തൃശൂരിന്റെ തീരദേശ മണ്ണിൽ തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥ തീർത്ത യുവ കൂട്ടായ്മ. മതിലകം പുതിയ കാവിലാണ് മണ്ണിലിറങ്ങിയ മൂവർ സംഘം തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി കൊയ്തത്. ആദ്യ ശ്രമത്തിൽ തന്നെ തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിജയം കണ്ടിരിക്കുകയാണ് തൃശൂരിലെ മതിലകം സ്വദേശികളായ ഈ യുവാക്കൾ. വിവിധ മേഖലകളിലായി ജോലി ചെയ്യുന്നവരാണ്. കൃഷിക്കായി ഒരുമിച്ച മുഹമ്മദ് നെജ്ബാൻ, മാസിൻ പി സുനിൽ, തമ്മി സഹൽ എന്നിവർ 2 മാസം മുമ്പ് നെജ്ബാന്റെ വീടിനോട് ചേർന്ന് ബന്ധുവിന്റെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം 3 പേരും ചേർന്ന് വെട്ടി വൃത്തിയാക്കി കൃഷി ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ നട്ടത് 2000 തണ്ണിമത്തൻ തൈകളായിരുന്നു. രാസകീടനാശിനികളും വളങ്ങളും ഒഴിവാക്കി ഗോമൂത്രവും ജൈവ സ്ലറിയും വളമായി നൽകി. ഇപ്പോൾ ഏകദേശം നമ്മളൊരു മാർച്ച് 6-ാം തീയതി തുടങ്ങിയാണ്. അത് മാർച്ച് 6-ാം തീയതിയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, നമുക്ക് തൈ വെക്കാൻ പറ്റിയത്. അതിനുശേഷം ഒരു 60 ദിവസത്തെ വിളവെടുപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1500 തൈ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന തൈകളാണ്. ഇത് വില്ലേജ് അഗ്രോ എന്ന് പറയുന്നത്, അതായത് തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾക്ക് ഈ സംഭവം വന്നത്. നമ്മൾ പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ആദ്യം നമുക്കൊരു 200 എണ്ണം തരികയും അതേ ബാച്ചിലുള്ള, അതായത് അത് നെക്സ്റ്റ് ബാച്ചിൽ വന്ന ഒരു 1000 എണ്ണത്തോളം പിന്നീട് തരികയാണ് ചെയ്തത് അവർ. അപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടായിരുന്നു അവർ. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ വെറൈറ്റികളൊക്കെ മേടിച്ചിരിക്കുന്നത് ചാഴൂരിൽ നിന്നാണ്. ചാഴൂർ നമ്മൾ തൃപ്രയാർ തൃശ്ശൂർക്ക് പോകണമെങ്കിൽ ചാഴൂർ സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ ഈ വെറൈറ്റികളൊക്കെ മേടിച്ചത്. പക്ഷേ ഇല്ല, ഇതിലിപ്പോൾ ലാഭവും നഷ്ടമല്ല. നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് കൃത്യമായ ഔട്ട്പുട്ട് കിട്ടിയത്. ഇപ്പൊ മുൻപോട്ട് പോകുമ്പോഴും റിസൾട്ട് ഉണ്ട് നമുക്ക് എന്തായാലും. മതിലകം കൃഷിഭവന്റെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി. കിരൺ, യെല്ലോ മഞ്ച്, ഓറഞ്ച് മഞ്ച് എന്നീ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള തണ്ണിമത്തനാണ് സ്ഥലത്ത് വിളഞ്ഞു നിൽക്കുന്നത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. എന്താ പറയുക, ഒരു ആവേശത്തിൽ തുടങ്ങിയ ഒരു കൃഷി നമുക്ക് നമ്മളുടെ പഞ്ചായത്തിലെ യുവ കർഷകരുടെ നിരയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള നമ്മുടെ കൃഷി വകുപ്പ് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഇവരുടെ പ്രവർത്തനം വിജയിക്കട്ടെ എന്നും. ആദ്യ ശ്രമത്തിൽ തന്നെ മികച്ച വിളവ് ലഭിച്ചതോടെ കൃഷി തുടരാനാണ് മൂവരുടെയും തീരുമാനം. നമുക്കറിയാം, തണ്ണിമത്തൻ നമ്മുടെ ഇവിടെ ആദ്യം ശശിയേട്ടൻ ചെയ്ത് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുക എന്ന് പറയുന്നത്, ആ തുടർച്ച മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യുവാക്കളായ കർഷകർ, കുട്ടികൾ ഫ്രണ്ടിലോട്ട് വരിക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഒരു വിളവെടുപ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നടീൽ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നതിനേക്കാളും വിളവെടുപ്പ് ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി അതൊരു വേറെയാണ്. അപ്പം അതിൻ്റെ ഒരു തൃപ്തിയിൽ നിൽക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.